ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള 3 ചോദ്യത്തിന്റെ മറുപടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഇൻ 2025. ഈ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇനി ഇറങ്ങാനിരിക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയി, അതായത് ഭയങ്കര എന്താ പറയുക, ഒട്ടും ക്ഷമയില്ലാതെ ഈഗർലി വെയിറ്റിംഗ് ഫോർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ കാത്തിരിക്കുന്ന 10 ചിത്രങ്ങൾ അതിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് അറിഞ്ഞിട്ടും ഉണ്ടാവും അത് ഏതാണെന്നുള്ളതാണ്. 2, ടൊവിനോ തോമസിന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഒന്ന് പറയാമോ ചേട്ടാ എന്ന രീതിയിൽ കുറെ അനിയന്മാർ ചോദിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തത്, ലാലേട്ടന്റെ ഇനി വരാനിരിക്കുന്ന 4K റീ റിലീസസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. എല്ലാ ചിത്രങ്ങളെയും കിട്ടിയിട്ടില്ലെങ്കിലും മാറ്റിനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻസിന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതാണെന്നുള്ളത് ഇപ്പോഴത്തെ ഓണർ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഏതൊക്കെ ചിത്രങ്ങളാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടൊവിനോയുടെ ഇനി ഇറങ്ങാനിരിക്കുന്ന സോളിഡ് ലൈനപ്പ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, പള്ളിച്ചട്ടമ്പിയാണ്. പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒരു കള്ളനായിട്ടൊക്കെയാണ് വരുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. 2, തന്ത വൈബ്. തന്ത വൈബിന്റെ പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഭയങ്കര ഒരു ന്യൂജൻ ഫിലിം ആയിട്ട് വരാനിരിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് തോന്നുന്നത്. 3, ഈ ചിത്രത്തിന്റെ പേരെന്തായിരുന്നു? മുൻപേ മുൻപേ എന്ന് പറഞ്ഞുള്ള ചിത്രം. ഇതൊരു സൈഫൈ മൂവി പോലത്തെ സാധനമാണെന്നൊക്കെ തന്നെ എന്റെ എന്താ പറയാ, ഒരു പോസ്റ്റർ, മോഷൻ പോസ്റ്റർ ആണെങ്കിലും അതല്ല തന്നിട്ടുള്ള ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. 4, അവറാൻ. അവറാൻ ഇതേപോലെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന സാധനമാണ്. ഒരു ആക്ഷൻ ഓറിയന്റഡ് സാധനമായിരിക്കും എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും അങ്ങനെയല്ല. അവറാൻ കുറച്ച് സൈക്കിക് ആയിട്ടൊരു കഥാപാത്രമാണെന്ന രീതിയിലും റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തെന്നുള്ളത് നമുക്ക് കണ്ടറിയ തന്നെ വേണം. 5, ടൊവിനോ രോഹിത് VS ചിത്രം. ഇന്ന് പേരിട്ടിട്ടില്ല, ബട്ട് അതൊരു ഒരു കിടിലൻ ഗാങ്സ്റ്റർ മൂവിയാണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്കറിയാം. അപ്പൊ ഈ 5 ചിത്രങ്ങളാണ് സോളിഡായി അനൗൺസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ. ഇതല്ലാതെ പല പേരുകളും കേൾക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. ഉറപ്പുള്ളത് മാത്രം ഇപ്പൊ നമുക്ക് മതി. ലാലേട്ടൻ്റെ ആയിട്ട് ഇനി ഇറങ്ങാനിരിക്കുന്ന റീ റിലീസ് ഏതൊക്കെയാണ്? മാറ്റിൻ നൗ ഈസ് പ്രിപ്പയറിംഗ് ടു റീമാസ്റ്റർ എ നമ്പർ ഓഫ് ഫിലിംസ് ഫീച്ചറിംഗ് മോഹൻലാൽ ഇൻ 4K ആൻഡ് ടു റിലീസ് ദീസ് ഇൻ തിയേറ്റേഴ്സ്. ഏകദേശം 10ഓളം സിനിമകൾ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇവിടെ ഉറപ്പിച്ചിട്ടുള്ള ഏകദേശം ഇന്ന സമയത്ത് ഇറങ്ങും എന്ന് പറഞ്ഞു കേൾക്കുന്ന ചിത്രങ്ങളെ നോക്കാം. മൂവീസ് ആൻഡ് ദർ റിലീസ് പ്ലാൻ ആസ് ഓഫ് നൗ. ഇപ്പോ അറിയുന്ന രീതിയിലുള്ളത് മാത്രമാണ് പറയുന്നത്. കൺഫേംഡ് ബൈ സമാധാതൻ എന്നൊക്കെ ഇതുണ്ട്. സോമനാഥൻ എന്നാണ് ശരിക്കും ആളുടെ പേര്. സോമനാഥൻ പിള്ളൈ, മാറ്റിനി നൗ ഓണർ. 2020 ഓഗസ്റ്റ് 2025, ഈ വരുന്ന ഓഗസ്റ്റിൽ 2020 റിലീസ് ആവും. ഇത് ആദ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് ലാലേട്ടൻ ചിത്രം എന്ന രീതിയിൽ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ള, മമ്മൂക്ക അടക്കമുള്ള നടന്മാരുള്ള, മലയാളത്തിലെ അന്ന് ഇറങ്ങി വെച്ച ഏറ്റവും ബെസ്റ്റ് നടന്മാരെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള സിനിമയാണ്. പറയേണ്ട ആവശ്യമൊന്നുമില്ല. 2, രാവണപ്രഭു. 100% തിയേറ്ററിൽ പോയി കണ്ടിരിക്കും ആഫ്റ്റർ ഓണം 2025, ഓണത്തിന് ശേഷം. അപ്പൊ സെപ്റ്റംബറിൽ ലാസ്റ്റിലേക്കൊക്കെ നോക്കിയാൽ മതി. കാലാപാനി 2025 അവസാനത്തോടു കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. കാലാപാനി എന്തായാലും തിയേറ്ററിൽ പോയി കാണും. കാരണം അമ്മാതിരി പടം. ആ പാട്ടുകളാണെങ്കിലും എൻഡിലുള്ള കുറച്ച് സീനുകളാണെങ്കിലും അതൊരു വൻ മാസ്റ്റർ പീസ് ആണത്. വൺസ് ഇൻ എ വൈൽ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കും. തേന്മാവിൻ കൊമ്പത്ത് വീണ്ടും കണ്ടിരിക്കും. അപ്പക്കാളിനെ കണ്ടില്ലെങ്കിൽ പിന്നെ ആരെ കാണാനാണ്? തേന്മാവിൻ കൊമ്പത്ത് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 2026 അപ്പോൾ ആദ്യ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ. ഹലോ ഏപ്രിൽ 2025. ഹലോ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയൊന്നുമല്ല. എന്തായാലും തിയേറ്ററിൽ പോയി കാണുമോ എന്നുള്ളത് അപ്പത്തെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ദേവാസുരം എന്തായാലും പോയി കാണും. ദേവാസുരം ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്ന സീനുണ്ട്. ഇത് ഇങ്ങനെ അല്ലെങ്കിലും അത് താളം പിടിക്കുന്ന ഒരു സീനാണ്. ഇങ്ങനെ താളം പിടിച്ച് നിർത്തുന്ന സാധനമുണ്ട്. അതൊക്കെ എന്താ ടൈമിങ്. അപ്പൊ ദേവാസുരം 2026 അവസാനത്തോടു കൂടിയാണ്. ടൈം ഉണ്ട്. അതിന്റെ ഇടയിൽ ഇനിയും ഒരുപാട് കൺഫർമേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് പറഞ്ഞു കേൾക്കുന്നത്. 1, 2, 3, 4, 5, 6. ഇത് ഡേറ്റ് അനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതല്ലാതെ ചിത്രങ്ങൾ വേറെ ഉണ്ട്. 10ഓളം ചിത്രങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഡേറ്റ് വന്നിട്ടുള്ളത് ഏകദേശം എങ്കിലും ഡേറ്റ് വന്നിട്ടുള്ളത് ഈ 6 സിനിമകളാണ്. ഇനി നമ്മൾ പറയുന്നത് IMDbയുടെ ബെസ്റ്റ് ഓഫ് 2025 മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവീസ് ജൂലൈ ഡിസംബർ 2026, ജൂലൈ ടു ഡിസംബർ. നമ്പർ 10
ആൽഫ. അതാണ് 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ പേര് ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എന്താ അതിന്റെ ത്രെഡ് ഒന്നും അറിയില്ല. അല്ല വെടിച്ചില്ലൻ പടമാണോ എന്നും അറിയില്ല. നല്ല വെടിച്ചില്ലൻ പടമാകട്ടെ. നമ്പർ 9 മഹാവതാർ നരസിംഹ. ഈ ചിത്രം ഇപ്പോ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓംപാലെ ഫിലിംസ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെക്കൻ അവിടെ ഭയങ്കര എന്താണ് അട്ടപ്പൊളി പൊളിക്കുന്നുണ്ട്, അല്ലറുണ്ട്, എന്താണ് കച്ചറ. നെക്സ്റ്റ് നമ്പർ 8 ഹൃദയപൂർവം. ബിക്കോസ് ഓഫ് ലാലേട്ടൻ ആൻഡ് സംവിധായകൻ, ഇവർ രണ്ടുപേരും സത്യനന്ദിക്കാടാണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും വീണ്ടും ഒന്നിക്കുന്നുള്ള വലിയൊരു പ്രാധാന്യം ഈ സിനിമയ്ക്ക് ഉണ്ട്. അതല്ലാതെ മകനായിട്ട് വരുന്ന നമ്മളെ പയ്യനാണെങ്കിലും നായികയാണെങ്കിലും ഒക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ള നടിമാരൊക്കെയാണ്. എന്തായാലും മാളവിക മോഹൻ അടക്കമുള്ള ആളുകളാണ് വരുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും ഞാൻ പറയാറുണ്ട്, ഹൃദയപൂർവ്വം ഫീൽ ഗുഡ് മൂവിക്ക് അപ്പുറത്തേക്ക് എന്തോ സംതിങ് സാധനം അവിടെ അവർ കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തുടരൊക്കെ കണ്ട പോലെ ഞെട്ടിക്കുന്ന ഒരു സാധനം. കാരണം സത്യനന്ദിക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം ഓക്കെ സത്യനന്ദിക്കാട് മൂവി, ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോ എന്ന് പറഞ്ഞു നിൽക്കുന്ന പോലെ ആവാൻ സാധ്യതയില്ല. നമ്പർ 7 സൺ ഓഫ് സർദാർ 2. നല്ലൊരു കോമഡി എന്റർടൈനർ എന്ന് പറയുന്ന രീതിയിൽ എന്റർടൈൻ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്പർ 7 വന്നിട്ടുള്ളത്. നമ്പർ 6 ബാഗി 4. ബാഗി 1 മാത്രമാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള സിനിമ. 2 3 ഒന്നും ഞാൻ അങ്ങനെ ഒത്തിരുന്ന് കണ്ട സിനിമയോ അല്ല. അവിടെ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ. പുള്ളി കുറച്ച് വൈഡ് വെക്കും കാല്, എന്നിട്ട് കാല് വൈഡ് വെച്ച് ചാടി ഇറങ്ങും, കാല് വൈഡ് വെച്ച് ഡാൻസ് ചെയ്യും, കാല് വൈഡ് വെച്ച് ഓടും, കാല് വൈഡ് വെച്ച് നിൽക്കും. ഇങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത നടനാണ് ടൈഗർ ഷ്രോഫ്. പേരിൽ മൊത്തം ടൈഗറുള്ള ഷ്രോഫ്. നമ്പർ 6 ആണ് വന്നിട്ടുള്ളത്. നമ്പർ 5 സയ്യാറ. സയ്യാറ നല്ലൊരു റൊമാൻറ്റിക് സിനിമയാണ് ഓഫ് കോഴ്സ്. നമ്പർ 4 ആങ്കോങ് കി ഗുസ്താക്കിയ. കണ്ണുകൾ കൊണ്ട് ഗുസ്തി കൂടുള്ളൂ. ഇതൊക്കെ ഏതൊരു ഈ പടം ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും. ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ആങ്കോങ് കി ഗുസ്താക്കിയാണ് 4ാമതുള്ളത്. നമ്പർ 3 ഓഫ് കോഴ്സ് നമ്പർ 3യിൽ ഉണ്ടാകും, 1 2 or 3 ഉണ്ടാകും ഉറപ്പുള്ള സിനിമയായിരുന്നു രാജാസാബ്. ദി രാജാസാബ്. അത് ഒരു പടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ട്രെയിലർ. പക്ഷെ കുറെ ആളുകൾ അയ്യോ ഇതിന്റെ വർക്ക് മോശമാണ്, CGI മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു നല്ല രസമുള്ള സിനിമയാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പയ്യനാണല്ലോ പ്രഭോസ്. നമ്പർ 2 ആൻഡ് നമ്പർ 1 ആരായിരിക്കും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. രജനിയെ കടത്തി വെട്ടുമോ അതോ രജനി കടത്തി വെട്ടുമോ? ശരി, രജനിയെ കടത്തി വെട്ടുമോ അതോ രജനി കടത്തി വെട്ടുമോ? അതായത് ചോദ്യം അറിയാലോ, കൂലി നമ്പർ 1 ആണോ നമ്പർ 2 ആണോ? അപ്പുറത്ത് മത്സരിക്കാനുള്ളത് വാർ 2 ആണ്. വാർ 2 എന്ന് പറയുമ്പോൾ ഒറ്റയാൾ പോരാട്ടമല്ല. അവിടെ ഒന്ന് ഹൃത്തിക് റോഷൻ ആണ്, സാക്ഷാൽ ഹൃത്തിക് റോഷൻ. ഫാൻ പവർ എന്താ നമുക്കറിയാം. ഹോളിവുഡിൽ നിന്ന് എത്രമാത്രം ആളുകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും നമുക്കറിയാം. അപ്പുറത്തുള്ളത് കന്നഡയല്ലല്ലോ, തെലുങ്കന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ജൂനിയർ NTR. എനിക്ക് എപ്പോഴും കന്നഡയും തെലുങ്കും മാറുട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ജൂനിയർ NTR എന്ന് പറയുന്നത് എത്രമാത്രം ഫാൻ ബേസ് ഉള്ള ഒരു നടനാണെന്നുള്ള നമുക്കറിയാം. ഈ രണ്ടുപേരുടെയും ഫാൻ പവർ തെലുഗു അല്ലെങ്കിൽ കന്നഡ ഏതാണോ അത്, അവിടെ ആണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ഉള്ള കാത്തിരിപ്പ്, അതല്ലാതെ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മറ്റു പല ഭാഷകളിലും, തമിഴാണെങ്കിലും ശരി, കേരളത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ കാത്തിരിക്കുന്ന സിനിമയാണ്. തമിഴ്നാടാണെങ്കിലും ശരി, ഇവരൊക്കെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വാർ 2. കൂലി പക്ഷേ ഉള്ളി രജനീകാന്ത് ആൻഡ് ലോകേഷ്. അതല്ലാതെ പല നടിമാരും നടന്മാരും ആളുകളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആമിർ ഖാൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും ആമിർ ഖാൻ ഒരു വൻ സംഭവമാണ് കേട്ടോ, അത് വേറൊരു കാര്യം. പക്ഷേ രജനിയുടെ പേരിലാണ് ഇത് പ്രധാനമായിട്ടും കച്ചവടമാകുന്നത്. ആമിർ ഖാൻ വരുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്പർ 2ൽ വന്നിരിക്കുന്നത് വാർ 2 ആണ്. രജനി അവരെ കടത്തി വരുത്തിയോ നിന്നോ എങ്ങനെയാലും വെട്ടി. വാർ 2. നമ്പർ 1 കൂലി. ഓൺലി കൂലി. ലോക്കിയൻ കുക്കിംഗ് സംതിങ് ഡിഫറെന്റ് എന്താണെന്നുള്ളത് പുള്ളിക്കാൻ അറിയുള്ളൂ. പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ ചെയ്ത സിനിമ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഒരു സംവിധായകൻ എന്ന രീതിയിൽ എനിക്ക് തരാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിരിക്കും കൂലി എന്നുള്ളത്. എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഇനി ചെയ്യാൻ കഴിയില്ല രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂലിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ഈ കൂലി ആദ്യം എത്രയോ 53 മില്യൺ എന്തോ കണക്കൊക്കെ എന്തോ ഉണ്ടായിരുന്നു. അത് 80 ചില്ലാൻ മില്യണായി വാറ് തോപ്പിച്ചു. വാറ് വീണ്ടും വന്ന് വാറിന് കൂലി തോപ്പിച്ചു. കൂലിനെ വീണ്ടും വാറ് തോപ്പിച്ചു. വാറിനെ വീണ്ടും കൂലി തോപ്പിച്ചു. അങ്ങനെ പടം ഇറങ്ങുമ്പോൾ ആരാരെ തോപ്പിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ 10 സിനിമകളിൽ ഓൾമോസ്റ്റ് ഒരു 4-5 ചിത്രങ്ങൾ
ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് രാജാസാബ്, വാറ്, പിന്നെ കൂലി, ഹൃദയപൂർവ്വം. സൺ ഓഫ് സർദാർ അങ്ങനെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന സിനിമയൊന്നുമല്ല. ഭാഗ്യം അങ്ങനെ വല്ലാതെ കാത്തിരിക്കുന്ന സിനിമകളൊന്നുമല്ല. ഇതേപോലെ എനിക്ക് തോന്നുന്നു 4 സിനിമകൾ ഭയങ്കര കാത്തിരിക്കുന്ന ഈ 4 സിനിമകൾ തന്നെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ കാണും. ബട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ടിട്ടറിയാം എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ള 4ലും ഭയങ്കര പ്രതീക്ഷയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തും. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി നിങ്ങളെ സംബന്ധിച്ച് ഏതാണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ